അസ്സലാമലൈക്കും ഗായ്സ്, എന്തുണ്ട് വിശേഷം? കുറച്ച് ദിവസമായില്ലേ ഒന്നും പറയാത്തത്. ഞാൻ ഓൾറെഡി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ലൈവ് എടുക്കാനുള്ള ഒരു മൂഡ് ഓഫ് എല്ലാവർക്കും ഉണ്ടാകും. കുറേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങളും സ്ട്രഗ്ലിങ് പീരീഡും അതെങ്ങനെ റിക്കവർ ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ചില സമയത്ത് നമുക്ക് എന്താവും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടത് വെച്ചാൽ കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. എന്താണ് കുട്ടിക്ക് പറ്റിയത്, എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കും താല്പര്യമില്ല. അപ്പോൾ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് നമുക്കൊന്ന് ഒതുക്കാം അല്ലേ. അപ്പം മോൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മോൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ, മോൾ മൈക്രോസെഫാലി സെറിബ്രൽ പൾസിയാണ് മോള്. അപ്പം മോൾക്ക് ഇങ്ങനെ ബ്രെയിൻ അണ്ടർ ഡെവലപ്മെൻ്റ് ആണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ നോർമൽ സ്കാനിങ്ങും അനോമൽ സ്കാനിങ്ങും അങ്ങനെ ഒരു നല്ല സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സെല്ലാം അവിടെ കാണിക്കുന്നു, ഞാൻ അവിടെ കാണിക്കുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പയ്യന്നൂർ നല്ല എല്ലാവരും കാണിക്കുന്നതുകൊണ്ട് ഞാനും കാണിച്ചു. പക്ഷെ എന്താ പറയണ്ട്, ജനിച്ച സമയത്ത് മോള് കരഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് അവളെ പ്രോഗ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അസസ്മെൻ്റ് ചെയ്യും. അന്നത്തെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ സാറിൻ്റെ പേരൊക്കെ ഒന്ന് മറന്നുപോയി. അപ്പം അതിനിപ്പോഴും ഡോക്ടറിന് അവിടെ ഉണ്ട്, ഇപ്പോൾ അവിടെ കാണിക്കാറില്ല. അപ്പോൾ ആ ഡോക്ടർക്ക് എന്തോ സംശയം തോന്നി അസസ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മോളെ രണ്ടാമത്തെ ദിവസം CT സ്കാൻ ചെയ്യുന്നു. അതിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. മോക്ക് ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ട് ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ അറിഞ്ഞു. ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ട് എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകാത്തവർ താഴെ പോയിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടുന്ന് മോളെ അസസ്മെൻ്റ് അവിടെ നിന്ന് നടക്കുകയാണ്. അപ്പോൾ നടന്നു കഴിഞ്ഞിട്ട് മോക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് അവിടുത്തെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം നമ്മൾ ഏനപ്പോയ പ്രൈവറ്റാണ്, മെഡിക്കൽ കോളേജല്ല, ഏനപ്പോയ പ്രൈവറ്റ് പോയിട്ടാണ് മോളെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് മോളെ കൊണ്ട് രാവിലെ 3:30 മണിക്ക് നമ്മളവിടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വിടണം. 6 മണിയാകുമ്പം മംഗലാപുരം എത്തും. മംഗലാപുരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് മോളെ വളഞ്ഞ കാൽ നിവർത്തിയിട്ടാണ് ഇവർ ഇത് ചെയ്യൽ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യൽ. അപ്പം ആള് ചെറുതാണ്. അപ്പം അവൾക്ക് ആ ഒരു പച്ച ഡ്രസ്സെല്ലാം ഇട്ട് കുഞ്ഞി പമ്പേഴ്സെല്ലാം കാണും. പിന്നെ അതിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ചെറിയ ആ സമയത്ത് ഏകദേശം എനിക്കൊന്ന് 21 ദിവസം പ്രായം മാത്രമാണ് മോക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കുട്ടീനെ എടുക്കുമ്പം കുട്ടിക്കെന്നെക്കാട്ടും വെയിറ്റ് എന്താണ്, കാലാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, കുട്ടിയുടെ കാല് നേരെ ആവണം എന്നല്ലേ. പക്ഷെ അന്നേരം എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല മോളെ ബ്രെയിൻ അണ്ടർ ഡെവലപ്ഡ് ആണെന്ന്. അങ്ങനെ 3 മാസം നമ്മൾ തുടച്ച് 21 ഡേയ്സ് ഇടവിട്ടിട്ട് നമ്മൾ പോയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മാറ്റണം. അപ്പം നിത്യേന പറഞ്ഞാൽ മംഗലാപുരം അതിൻ്റെ അടുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ മംഗലാപുരം പോകണം. നമുക്കൊരു ആ സമയത്തൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയായാലും എത്തും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ രാവിലെ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് എങ്ങനെയായാലും പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പോവും. അങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന മോക്ക് 3 മാസമാണ്. കുറച്ച് ഉഷാറാകുന്നുണ്ട്. പാല് കുടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 40 ദിവസമായിരുന്നു പാല് കുടിക്കാൻ. ലാക്ടേഷൻ കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ് മോള് പാല് കുടിക്കുന്നത്. എൻ്റെ ഉമ്മ ഗൂഗിളൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ ലാക്ടേഷൻ കൺസൾട്ടേഷന് കാണുന്നു. ഫീഡിങ് പൊസിഷൻ മാറ്റുന്നു. ഞാൻ പ്രത്യേകം പറയാനുള്ളത്, കുട്ടികൾ പാല് കുടിക്കുന്നില്ല, എൻ്റെ മോൾ പാല് കുടിച്ചിട്ടുള്ളത് അവിടെ വിടരുത്. ഇങ്ങനെ ലാക്ടേഷൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഫീഡിങ് പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുട്ടികൾ പാൽ തീരെ സക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം എൻ്റെ മോൾക്ക് ബ്രെയിനിൽ പ്രശ്നം ഉണ്ടായാൽ പോലും ആൾ സക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. മാക്സിമം
ഈ ലാക്ടേഷൻ കൺസൾട്ടേഷനും ചെയ്തിട്ട് കുട്ടി പാൽ കുടിക്കുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാധാരണ പീഡിയാട്രീഷനെ കാണിച്ചിട്ട് ആക്കിയിട്ടും കുറേ ട്രൈ ചെയ്തിട്ടും ഇപ്പോൾ പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം ശ്രമിക്കാം. മംഗലാപുരത്തുണ്ട്, കോഴിക്കോട് ഉണ്ടാവും, അങ്ങനത്തെ വലിയ വലിയ കൺട്രീസിലുണ്ടാവും. കണ്ണൂർ വന്നോന്ന് അറിയില്ല, ഒന്ന് ഗൂഗിളിൽ റെഫർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ എന്താ പറയേണ്ടത്, 3 മാസമായ സമയത്ത് മോൾക്ക് ബ്രെയിനിൽ ഭയങ്കര ഡാമേജ് ആണെന്ന് മനസ്സിലായി, സിവിയർ ഡാമേജ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത് വെച്ചാൽ മോള് ഇരിക്കൂല, നടക്കൂല, സ്കൂളിൽ പോവില്ല, മോള് കിടന്നിടത്ത് തന്നെ ഉണ്ടാവുമെന്ന്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായി ഗൈസ്. മുഖത്തടിച്ചടക്കി ആ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞാൻ ഒരിക്കൽ പോയി. ഞാനൊരു ഉമ്മാന്ന്, നമുക്കത്ര, എനിക്കത്ര 22 ആണെന്ന് വലിയ ഏജ് ഇല്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉമ്മയായാലും നമുക്ക് പ്രശ്നം തന്നെയാണ് അല്ലേ.